ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓറഞ്ച് സ്റ്റിച്ചറി. അപ്പോൾ ഓറഞ്ച് സ്റ്റിച്ചറിയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്കാലപ്പ് വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാൾ കേട്ടോ. ഷാൾ ഇത് നല്ല പാർട്ടി വെയർ ഡ്രസ്സിലേക്ക് മാച്ചാക്കിയിട്ടുള്ള ഷാളാണ്. അപ്പോൾ അതിന് നമ്മൾ സ്കാലപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇനി സ്കാലപ്പിൽ ഡൗട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ചട്ടപ്പെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്ന ആ ഒരു പെട്ടി ആയാലും മതി. നിങ്ങൾക്ക് എങ്ങനെയാണോ അവൈലബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഏതെങ്കിലും ഒരു മൂടി എടുക്കാം. നമുക്ക് റൗണ്ട് നമ്മളൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, അതായത് തിക്കായിട്ട് വരണോ അതോ കുറച്ചൊരു തിന്നായിട്ട് നല്ലൊരു ഇതിൽ വരണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ അതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് പാകത്തിനായിട്ട്. പിന്നെ അതിൽ ഒരു മൂടിയിൽ കുറച്ചൊന്ന് പെന്നായിട്ട് ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം അളവ് കിട്ടാനാണ്. പിന്നെ നമ്മൾ ഒന്ന് വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ഭാഗത്ത് നമ്മൾ അതേ അളവ് വരക്കണം നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂടിയിൽ ജസ്റ്റ് എവിടുന്ന് തൊട്ടാണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫസ്റ്റിലും എൻഡിലും നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് ഞാനിതിവിടെ ഈ ഒരു ഇതിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഷാളിലേക്ക് പകർത്തുന്നത് കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ അപ്സരയുടെ ഗ്ലാസ് മാർക്കർ പെൻസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വൈറ്റാണ് ഉപയോഗിച്ചിട്ട് എൻ്റെ കയ്യിൽ വൈറ്റും യെല്ലോ ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് ഡിസൈൻ ഏതാണോ വരുന്നത്, അപ്പോൾ നമ്മൾ ഇതിൽ സിൽവർ കളറാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് സിൽവർ കളറിനോട് നമ്മൾ ഒരു മാച്ചായിട്ടുള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വൈറ്റ് കൊടുക്കുന്നത്. പിന്നെ യെല്ലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചിലപ്പോൾ എടുത്ത് കാണിക്കൂട്ടോ. അഥവാ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കാണിക്കും. അപ്പോൾ അത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഷാളിൽ 4 സൈഡ് എവിടെയൊക്കെ എത്ര സൈഡിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിലൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് 3 സൈഡിലാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഷാളിൻ്റെ ഫസ്റ്റ് മുൻഭാഗത്തേക്ക് വരുന്നിടത്തും പിന്നെ അതുപോലെ 2 സൈഡിലും ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ 3 സൈഡിലും ഇതുപോലെ കോണാക്കിയിട്ട് വരച്ചു കൊടുത്ത് ഇങ്ങനെ എൻഡിൽ നല്ല ഷേപ്പിൽ വരച്ചു കൊടുക്കുക കേട്ടോ. ബാക്കി 3 സൈഡിലും നല്ല വൃത്തിക്ക് തന്നെ വരച്ചു കൊടുത്തതിന് ശേഷം 2 ഭാഗത്തായിട്ട് ഇത് നമ്മൾ ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഷാളൊന്ന് കുറച്ചും കൂടെ നമുക്ക് സെൻറ്ററിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് വെച്ചിട്ട് വേണം നമ്മൾ ഫ്രെയിം ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുത്തൊന്നും കട്ടായി പോവാതെ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിക്സ് ചെയ്യുന്ന ടൈമിൽ ആ മുത്തുള്ള ഭാഗത്ത് നമ്മൾ ആ ഫസ്റ്റ് ഒന്നും അവിടെ ഫിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ബാക്കിയുള്ള ഭാഗത്തേക്ക് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മുത്ത് പൊടിഞ്ഞു പോകും. ഗ്ലാസ് ബീഡ്സും കൂടെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആര്യൻ സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിൽവർ കളർ സരി ത്രെഡ് വെച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഔട്ട്ലൈൻ ആക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സാധാരണ നമ്മൾ നോർമലാക്കിയിട്ട് കെട്ടിടുന്ന പോലെ സരി ത്രെഡിന് ഫസ്റ്റ് ആയിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നൂലങ്ങനെ അടിയിൽ വെക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ടുലിപ്പിൻ്റെ നമ്പർ 14 ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. നീഡിൽ നമ്പർ 14 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു സൈഡ് ഫുള്ളും. പിന്നെ ഞാൻ വീഡിയോയിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് ഒരു 2 ഇത് മാത്രമേ സ്കാലപ്പിൻ്റെ ഒരു 2 റൗണ്ട് മാത്രമേ ഞാനിതിൽ വെറുതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നത്. ക്ലോത്ത് ഫിക്സ് ചെയ്യുന്നത് ഞാൻ അതിൽ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഓരോരോ റൗണ്ടും നമ്മൾ ഫസ്റ്റ് ഔട്ട്ലൈൻ ആക്കിയിട്ട് സരി ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്ലൈന് 2 ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ലെയർ ചെയ്യാം. അതൊക്കെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ 1 ലെയറിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ 1 ലെയറിൽ ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ബീഡ് വെച്ചിട്ടാണ് സിൽവർ കളർ കട്ട് ബീഡ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് സെക്കൻഡ് ലൈൻ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ എൻഡ് കോർണറിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നല്ല വൃത്തിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അവിടെ ആ കോർണർ ഷാർപ്പ് എഡ്ജ് കിട്ടൂല കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഷോർട്ട് സ്റ്റിച്ച് 2 സൈഡിലേക്കും ഷോർട്ട് സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ട് വേണം അവിടെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഓരോ കട്ട് ബീഡായിട്ടോ അല്ലെങ്കിൽ 2 കട്ട് ബീഡായിട്ടോ ഇട്ട് കൊടുത്താൽ മതി. 3 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നമ്മൾ ഫ്രെയിമിൽ നിന്ന് ഊരിയിട്ടുണ്ടെങ്കിൽ അത് ലൂസായി പോകും കേട്ടോ. അപ്പോൾ ഇത് ഇനി ഈ കോർണറിൽ നമ്മൾ 2 ബീഡ് വെച്ചിട്ടാണ് കേട്ടോ ഇതിനെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇവിടെ എന്തെങ്കിലും ജസ്റ്റ് തുന്നി കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ 2 തരത്തിലുള്ള ബീഡ് വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. നമ്മളെ കസ്റ്റമർ ആവശ്യപ്പെട്ടതായിരുന്നു കേട്ടോ, അങ്ങനെ മതി എന്നുള്ളത് ആവശ്യപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിത് ഇവിടെ ഗ്ലൂ ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ മോഡലിനനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ കളറൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പറ്റിയിട്ടുള്ള കളറിലേക്ക് ഗോൾഡൻ കളർ ആണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ കളർ, അല്ലാന്നുണ്ടെങ്കിൽ സിൽവർ ആണെങ്കിൽ സിൽവർ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. പിന്നെ ഇതാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വർക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, എങ്ങനെയുണ്ട് വർക്കൊക്കെ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രെയിമിൽ നിന്ന് ഊരിയതിന് ശേഷം ഇനി നമുക്കിനി ഇത് ഷോൾഡറിങ് അയൺ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ട് ചെയ്യുക കേട്ടോ, കാരണം ഇതിൻ്റെ സ്റ്റിച്ചൊന്നും കട്ടാവാതെ നോക്കണം. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വർക്കിൻ്റെ ഒരു ഫിനിഷ് പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ള ലാസ്റ്റ് എൻഡ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ വീഡിയോ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ പുതുപുത്തൻ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടേക്ക് കെയർ.